നമസ്കാരം. പ്രവാസ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളുമായി മെഡിസ്റ്റവർ ആരംഭിക്കാം. ആദ്യം പ്രധാന തലക്കെട്ടുകൾ. ദുബൈയിലേക്ക് സന്ദർശക വിസ ലഭിക്കാനുള്ള നടപടികൾ കർശനമാക്കി. QR കോഡുള്ള മടക്കയാത്രാ ടിക്കറ്റ്, ഹോട്ടൽ ബുക്കിംഗ് എന്നിവ അപേക്ഷയോടൊപ്പം നൽകണമെന്നാണ് പുതിയ നിർദ്ദേശം. ഈ രേഖകളില്ലാത്ത വിസ അപേക്ഷകൾ നിരസിക്കപ്പെടുകയാണ് എന്ന് ട്രാവൽ രംഗത്തുള്ളവർ പറയുന്നു. വിവിധ ആവശ്യങ്ങൾക്കായി വിസിറ്റ് വിസയിൽ ദുബൈയിലേക്ക് വരുന്ന നിരവധി പേരെ ഈ മാറ്റം സാരമായി ബാധിക്കും. വിസിറ്റ് വിസയിൽ വരുന്നവർക്ക് മടക്കയാത്രാ ടിക്കറ്റും താമസരേഖകളും നേരത്തെ നിർബന്ധമാണ്. പക്ഷേ വിസയ്ക്ക് അപേക്ഷിക്കുന്ന സമയത്ത് തന്നെ ഈ രേഖകൾ സമർപ്പിക്കേണ്ടതില്ലായിരുന്നു. കഴിഞ്ഞ ദിവസം മുതൽ QR കോഡുള്ള മടക്കയാത്രാ ടിക്കറ്റും QR കോഡുള്ള ഹോട്ടൽ ബുക്കിംഗ് രേഖകളും അപേക്ഷയോടൊപ്പം സമർപ്പിക്കാൻ നിർദ്ദേശമുണ്ടെന്ന് ട്രാവൽ ആൻഡ് ടൂറിസം രംഗത്തുള്ളവർ പറയുന്നു. വിസിറ്റ് വിസ കാലാവധി കഴിഞ്ഞവർ അയൽ രാജ്യങ്ങളിലേക്ക് പോയി പുതിയ സന്ദർശക വിസയിൽ വരുന്ന നടപടികളെയും ഇത് ബാധിച്ചിട്ടുണ്ട്. ഇനി അങ്ങോട്ടേക്ക് നിങ്ങൾ വിസ അപ്ലൈ ചെയ്യുമ്പോൾ ഈ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് തന്നെ അപ്ലൈ ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക. അതോടൊപ്പം തന്നെ UAE നിന്ന് നമ്മളൊക്കെ ഒരുപാട് കേട്ടൊരു കാര്യമാണ് ഒമാൻ പോലെയുള്ള അല്ലെങ്കിൽ ബഹ്റൈൻ പോലെയുള്ള രാജ്യങ്ങളിൽ വിമാനമാർഗവും റോഡ് മാർഗവും അല്ലെങ്കിൽ ബസ് മാർഗവും പോയി വിസ മാറി വരുന്നത്. ഈ ഒരു പ്രോസസ്സിനെയും ഇപ്പോഴുള്ള ഈ ഒരു സ്ട്രിക്റ്റ് മോണിറ്ററിംഗ് വളരെ സാരമായി ബാധിച്ചിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട ചില അപ്ഡേറ്റുകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ എയർലൈനുകൾ നമുക്ക് നൽകിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി വരുന്ന ദിവസങ്ങളിൽ ഈ ആഴ്ച കഴിയുന്നതോടുകൂടിയിട്ട് എമിഗ്രേഷന്റെ ഭാഗത്തു നിന്ന് വ്യക്തമായ ഒരു അപ്ഡേറ്റ്, പുതിയ മാനദണ്ഡങ്ങൾ എന്തൊക്കെയാണെന്നുള്ള ഒരു വ്യക്തമായ അപ്ഡേറ്റ് ലഭിക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. വിസിറ്റ് വിസ സേവനദാതാക്കൾക്ക് ലഭിച്ച നിർദ്ദേശത്തിനപ്പുറം നിയമം കർശനമാക്കിയെന്ന് ഔദ്യോഗിക അറിയിപ്പുകൾ പുറത്തു വന്നിട്ടില്ല. എന്നാൽ പുതിയ ചട്ടം പാലിക്കാത്ത അപേക്ഷകൾ കൂട്ടത്തോടെ നിരസിക്കപ്പെടുന്നുണ്ട്. UAEയിലെ വിവിധ വിമാനത്താവളങ്ങളിൽ സന്ദർശക വിസയിലെത്തിയവരോടും ഇത്തരം രേഖകൾ ആവശ്യപ്പെടുന്നുണ്ട്. രേഖ ഹാജരാക്കാൻ കഴിയാത്തവരിൽ പലർക്കും UAEയിലേക്ക് പ്രവേശനം അനുവദിക്കുന്നില്ലെന്നും റിപ്പോർട്ടുകളുണ്ട്. മീഡിയ 1 ദുബായ്. ഖത്തറി പൗരന്മാർക്ക് ഇനി അമേരിക്കയിലേക്ക് വിസയില്ലാതെ യാത്ര ചെയ്യാം. ഇലക്ട്രോണിക് ട്രാവൽ പെർമിറ്റ് വഴി 90 ദിവസം വരെ അമേരിക്കയിൽ തങ്ങാം. കഴിഞ്ഞ സെപ്റ്റംബറിലാണ് ഖത്തർ അമേരിക്കയുടെ വിസ വേവർ പ്രോഗ്രാമിന്റെ ഭാഗമായത്. ഇതുവഴി വിസയില്ലാതെ തന്നെ ഖത്തറി പൗരന്മാർക്ക് അമേരിക്കയിലേക്ക് യാത്ര ചെയ്യാം. അമേരിക്കൻ ഹോംലാൻഡ് സെക്യൂരിറ്റി വെബ്സൈറ്റ് വഴിയോ ESTA മൊബൈൽ ആപ്ലിക്കേഷൻ വഴിയോ ട്രാവൽ പെർമിറ്റിന് അപേക്ഷിക്കാം. ഇങ്ങനെ ലഭിക്കുന്ന ട്രാവൽ പെർമിറ്റിന് 2 വർഷം വരെയാണ് കാലാവധി. ഒരു യാത്രയിൽ പരമാവധി 90 ദിവസം വരെ അമേരിക്കയിൽ തങ്ങാം. വിനോദസഞ്ചാരം, ബിസിനസ് ആവശ്യങ്ങൾക്ക് ഈ സൗകര്യം പ്രയോജനപ്പെടുത്താം. US പൗരന്മാർക്കും ഖത്തറിലേക്ക് വിസാരഹിത യാത്ര അനുവദിച്ചിരുന്നു. ഈ വർഷം ഒക്ടോബർ 1 മുതൽ ഇത് പ്രാബല്യത്തിലുണ്ട്. അമേരിക്കയിലേക്ക് വിസാരഹിത യാത്ര അനുവദിക്കുന്ന ആദ്യ അറബ് രാജ്യമാണ് ഖത്തർ. നിലവിൽ 42 രാജ്യങ്ങളിലെ പൗരന്മാർക്കാണ് അമേരിക്കയിലേക്ക് വിസയില്ലാതെ യാത്ര ചെയ്യാൻ അനുമതിയുള്ളത്. മീഡിയ 1 ദോഹ. കുവൈത്തിൽ 60 വയസ്സ് കഴിഞ്ഞ പ്രവാസികൾക്കുള്ള വിസ നിയമങ്ങളിൽ ഇളവ് വരുത്തുന്ന കാര്യം പബ്ലിക് അതോറിറ്റി ഫോർ സിവിൽ ഇൻഫർമേഷൻ പരിഗണിക്കുന്നതായി സൂചന. പ്രാദേശിക അറബ് മാധ്യമങ്ങളാണ് ഇത് സംബന്ധമായ വാർത്തകൾ റിപ്പോർട്ട് ചെയ്തത്. തൊഴിൽ വിപണിയെ പ്രതികൂലമായി ബാധിക്കുന്നതിനാലാണ് നിയമത്തിൽ ഇളവ് വരുത്താനുള്ള ആലോചന. 3 വർഷത്തെ നിയന്ത്രണങ്ങൾക്ക് ശേഷമാണ് ഇക്കാര്യം പരിഗണിക്കുന്നത്. നിലവിലെ നിയമമനുസരിച്ച് ബിരുദമില്ലാത്ത 60 വയസ്സ് കഴിഞ്ഞവർക്ക് 1 വർഷത്തെ വിസ പുതുക്കാൻ ആരോഗ്യ ഇൻഷുറൻസും മറ്റ് ഫീസുകളുമടക്കം 1000 ദിനാറിലധികമാണ് ചെലവ്. നിയമത്തിൽ ഇളവ് വരുത്തുന്നതോടെ പതിറ്റാണ്ടുകളുടെ അനുഭവപരിചയമുള്ള സ്പെഷ്യലൈസ്ഡ് തൊഴിലാളികളെ രാജ്യത്ത് നിലനിർത്താൻ കഴിയും. ഏറ്റവും പുതിയ കണക്ക് പ്രകാരം 33.5 ലക്ഷം പ്രവാസികളാണ് കുവൈറ്റിലുള്ളത്. മീഡിയ 1 കുവൈറ്റ് സിറ്റി. ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽ താനിയുടെ ത്രിരാഷ്ട്ര സന്ദർശനം പൂർത്തിയായി. ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളായ ബ്രസീൽ, കൊളംബിയ, വടക്കേ അമേരിക്കൻ രാജ്യമായ കോസ്റ്ററിക്ക എന്നിവിടങ്ങളിലാണ് അമീർ സന്ദർശനം നടത്തിയത്. ബ്രസീൽ പ്രസിഡന്റ് ലൂയിസ് ലുല ഡാ സിൽവയുടെ ക്ഷണപ്രകാരം G20 ഉച്ചകോടിയിൽ പങ്കെടുക്കാനാണ് അമീർ റിയോ ഡി ജനീറോയിലെത്തിയത്. ബ്രസീൽ പ്രസിഡന്റ് അടക്കമുള്ളവരുമായി കൂടിക്കാഴ്ച നടത്തിയ അമീർ G20 ഉച്ചകോടിയിലെ തീരുമാനങ്ങൾ സുസ്ഥിരവും സമാധാനപൂർവ്വമായ ലോകം കെട്ടിപ്പടുക്കാൻ സഹായിക്കുമെന്ന് പ്രതീക്ഷ പ്രകടിപ്പിച്ചു. തുടർന്ന് കോസ്റ്റാറിക്കയിലെത്തിയ അദ്ദേഹം പ്രസിഡന്റ് റോഡ്രിഗോ ഷാവേസുമായി കൂടിക്കാഴ്ച നടത്തി. ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽ താനി അഴിമതി വിരുദ്ധ അന്താരാഷ്ട്ര പുരസ്കാരങ്ങളും കോസ്റ്റാറിക്കൻ തലസ്ഥാനമായ സാൻജോസിൽ അദ്ദേഹം വിതരണം ചെയ്തു. കൊളംബിയയിൽ പ്രസിഡന്റ് ഗുസ്താവ പെട്രോയുമായി അമീർ കൂടിക്കാഴ്ച നടത്തി. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സഹകരണം ഊഷ്മളമാക്കുന്നതിനുള്ള നടപടികൾ ചർച്ചയായതായി അമീർ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ എക്സിൽ കുറിച്ചു. മീഡിയ 1 ദോഹ. ദേശീയ ദിനത്തോടനുബന്ധിച്ച് പൊതു അവധി പ്രഖ്യാപിച്ച UAE. ഡിസംബർ 2, 3 തീയതികളിലാണ് അവധി. ശനി, ഞായർ വാരാന്ത്യ അവധി കൂടി ചേരുന്നതോടെ ആകെ അവധി ദിവസം 4 ആകും. സ്വകാര്യ മേഖലയ്ക്കും അവധി ബാധകമാണ്.
ഡിസംബർ 2-നാണ് UAEയുടെ 53-ാം ദേശീയ ദിനാഘോഷം. ഈദുൽ ഇത്തിഹാദ് അഥവാ ഐക്യപ്പെരുന്നാൾ എന്ന പുതിയ പേരോടെയാണ് ഈ വർഷം മുതൽ ദേശീയ ദിനാഘോഷങ്ങൾ അരങ്ങേറുന്നത്. പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കും സ്വകാര്യ സ്ഥാപനങ്ങൾക്കും ശമ്പളത്തോടു കൂടിയുള്ള അവധിയാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. അൽ ഐൻ നഗരമാണ് ഇത്തവണ ദേശീയ ദിനാഘോഷത്തിന്റെ ഔദ്യോഗിക ചടങ്ങുകൾക്ക് വേദിയാകുന്നത്. മറ്റു എമിറേറ്റുകളിലും ആഘോഷ പരിപാടികൾ അരങ്ങേറും. ഔദ്യോഗിക പരിപാടികൾ ടെലിവിഷൻ ചാനലുകൾ വഴി തത്സമയം സംപ്രേഷണം ചെയ്യുന്നുണ്ട്. രാജ്യത്തിന്റെ വിവിധ സ്ഥലങ്ങളിൽ പരിപാടികൾ വീക്ഷിക്കാനുള്ള സൗകര്യവും ഒരുക്കും. ആയിരക്കണക്കിന് വർഷം പഴക്കമുള്ള ചരിത്രവും പൈതൃകവും പരിഗണിച്ചാണ് ചടങ്ങുകളുടെ ഔദ്യോഗിക വേദിയായി അൽ ഐനെ നിശ്ചയിച്ചത്. ഇതിനകം രാജ്യത്തുടനീളം ദേശീയ ദിനാഘോഷങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. ഷാർജയിലും ദുബൈയിലും ഇതുമായി ബന്ധപ്പെട്ട വലിയ പരിപാടികൾ അരങ്ങേറി. ദേശീയ ദിനത്തോടൊപ്പം സായിദ് ആൻഡ് റാഷിദ് ആഘോഷ പരിപാടികളും ദുബൈയിൽ നടക്കുന്നുണ്ട്. രാഷ്ട്രപിതാവ് ഷെയ്ഖ് സായിദ് ബിൻ സുൽത്താൻ അൽ നഹിയാന്റെയും രാഷ്ട്രശില്പി ഷെയ്ഖ് റാഷിദ് ബിൻ സയ്യിദ് അൽ മക്തൂമിന്റെയും സംഭാവനകൾ ഓർക്കുന്ന ദേശീയ ആഘോഷമാണ് സായിദ് ആൻഡ് റാഷിദ് ക്യാമ്പയിൻ. മീഡിയ 1 ദുബൈ. സൗദിയിലേക്ക് കടത്താൻ ശ്രമിച്ച ലഹരി മരുന്ന് പിടികൂടി. സകാത്ത് ടാക്സ് ആൻഡ് കസ്റ്റംസ് അതോറിറ്റിയുടെ പരിശോധനയിലാണ് 3 ലക്ഷം ക്യാപ്റ്റഗൺ ഗുളികകൾ പിടികൂടിയത്. ഇതിന്റെ ദൃശ്യങ്ങളും അതോറിറ്റി പുറത്തുവിട്ടു. സൗദിയിലെ ഹദീത്ത ചെക്ക് പോയിന്റിലാണ് മയക്കുമരുന്ന് കടത്ത് പിടിച്ചത്. 3 ലക്ഷം ക്യാപ്റ്റഗൺ ഗുളികകൾ കടത്തിയത് ഇങ്ങനെയാണ്. മയക്കുമരുന്ന് തടയാൻ പുത്തൻ സാങ്കേതിക വിദ്യകളും ഉപയോഗിക്കുന്നുണ്ട്. പിടിച്ചെടുത്ത ഗുളികകൾ ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് നാർക്കോട്ടിക് കൺട്രോളിന് കൈമാറി. മയക്കുമരുന്ന് കടത്തു തടയാൻ കർശന പരിശോധന തുടരുകയാണ്. 1910 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിവരം നൽകാൻ പൊതുജനങ്ങളോട് മന്ത്രാലയം അഭ്യർത്ഥിച്ചു. സാബിത് സലീം, മീഡിയ 1 ജിദ്ദ. 1647 പേരുടെ പൗരത്വം റദ്ദാക്കി കുവൈത്ത്. അനധികൃതമായി പൗരത്വം കരസ്ഥമാക്കിയവർക്കെതിരായ ക്യാമ്പയിന്റെ ഭാഗമായാണ് നടപടി. ആക്ടിംഗ് പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയുമായ ഷെയ്ഖ് ഫഹദ് യൂസഫ് അസബാഹിന്റെ നേതൃത്വത്തിലുള്ള സുപ്രീം കമ്മിറ്റിയുടേതാണ് തീരുമാനം. കഴിഞ്ഞ 3 ആഴ്ചയ്ക്കുള്ളിൽ 4601 കേസുകളാണ് കമ്മിറ്റി അവലോകനം ചെയ്തത്. വ്യാജ സർട്ടിഫിക്കറ്റുകൾ ഹാജരാക്കിയും മറ്റ് വഴികളിലൂടെയും പൗരത്വ സർട്ടിഫിക്കറ്റുകളും പാസ്പോർട്ടുകളും കൈവശപ്പെടുത്തിയവർക്കെതിരെയാണ് നടപടികൾ സ്വീകരിക്കുന്നത്. കുവൈത്തിൽ കർശന പരിശോധനകൾ തുടരുന്നു. കഴിഞ്ഞ ദിവസം മഹ്ബൂല, ഫഹാഹിൽ മേഖലകളിൽ നടന്ന പരിശോധനകളിൽ നിന്നായി 15 പേരെ അറസ്റ്റ് ചെയ്തു. 840 ട്രാഫിക് നിയമലംഘനങ്ങളിൽ നടപടി സ്വീകരിച്ചതായും ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. ട്രാഫിക് നിയമലംഘകരെ പിടികൂടുക എന്ന ലക്ഷ്യത്തിലാണ് പരിശോധനകൾ നടക്കുന്നത്. നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്നവരെയും നിയമലംഘനങ്ങൾ നടത്തുന്നവരെയും പിടികൂടുന്നുണ്ട് എന്നും ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. രൂപമാറ്റം വരുത്തിയ 12,000-ലേറെ വാഹനങ്ങൾക്ക് ഈ വർഷം പിഴയിട്ട ദുബൈ പോലീസ്. മോഡിഫിക്കേഷൻ നടത്തി ശബ്ദവും ശല്യവും ഉണ്ടാക്കിയ വാഹനങ്ങളാണ് പോലീസിന്റെ പിടിയിലായത്. ഇത്തരത്തിലുള്ള വാഹനങ്ങൾ ഓടിക്കുന്നത് 2,000 രൂപ വരെ പിഴ ഈടാക്കുന്ന കുറ്റമാണെന്ന് ദുബൈ പോലീസ് അറിയിച്ചു. ലൈസൻസിൽ 12 ബ്ലാക്ക് പോയിന്റും ലഭിക്കും. മരുന്ന് വില നിർണ്ണയത്തിനുള്ള ഗൾഫ് ഹെൽത്ത് കൌൺസിലിന്റെ തീരുമാനങ്ങൾ നടപ്പിലാക്കുമെന്ന് കുവൈത്ത് ആരോഗ്യ മന്ത്രാലയം. ഡ്രഗ് പ്രൈസിംഗ് ഡിപ്പാർട്ട്മെന്റ് നടത്തിയ പഠനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് മരുന്നുകളുടെ വില കുറയ്ക്കുന്നതെന്ന് മന്ത്രാലയം അറിയിച്ചു. ഇതോടെ രാജ്യത്തെ ചില മരുന്നുകൾക്ക് 30 മുതൽ 80% വരെ വില കുറയും. മരുന്നുകളുടെ പേറ്റന്റ് കാലഹരണപ്പെട്ടതാണ് വില കുറയുന്നതിന് പിന്നിലെ പ്രധാന കാരണം. ജനറിക് മരുന്നുകളുടെ വ്യാപനവും വില കുറയുന്നതിന് കാരണമാണ്. UAEയിലെ ധനവിനിമയ സ്ഥാപനമായ അൽ റസൂഖി എക്സ്ചേഞ്ചിന്റെ അംഗീകാരം റദ്ദാക്കി. സ്ഥാപനത്തിന്റെ 2 ബ്രാഞ്ചുകൾ സെൻട്രൽ ബാങ്ക് അടപ്പിച്ചു. കള്ളപ്പണം, തീവ്രവാദ ഫണ്ടിംഗ് എന്നിവ തടയാനുള്ള ചട്ടങ്ങൾ പാലിക്കുന്നതിൽ വീഴ്ച കണ്ടെത്തിയതിനെ തുടർന്നാണ് നടപടിയെന്ന് UAE സെൻട്രൽ ബാങ്ക് വ്യക്തമാക്കി. 3 വർഷത്തേക്കാണ് അൽ റസൂഖി എക്സ്ചേഞ്ചിന്റെ അംഗീകാരം റദ്ദാക്കിയത്. ദുബായ് ഫിറ്റ്നസ് ചാലഞ്ചിന്റെ ഭാഗമായുള്ള ദുബായ് റൺ ഞായറാഴ്ച നടക്കും. ഇതിന്റെ ഭാഗമായി ദുബായിലെ 4 പ്രധാന റോഡുകൾ താൽക്കാലികമായി അടയ്ക്കും. ദുബായ് റണ്ണിനെത്തുന്നവരുടെ യാത്രാ സൗകര്യം പരിഗണിച്ച് മെട്രോയുടെ സമയവും നീട്ടിയിട്ടുണ്ട്. 2 ലക്ഷത്തിലേറെ ആളുകൾ പങ്കെടുക്കുമെന്ന് കരുതുന്ന ദുബായ് റണ്ണിനായി വലിയ ഒരുക്കങ്ങളാണ് ദുബായ് റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി നടത്തുന്നത്. പരിപാടിയുടെ വിജയകരമായ നടത്തിപ്പിനായി തിരക്കേറിയ ഷെയ്ഖ് സായിദ് റോഡ് അടക്കം 4 പാതകൾ ഞായറാഴ്ച അടയ്ക്കും. പുലർച്ചെ 3:30 മുതൽ രാവിലെ 10:30 വരെയാണ് റോഡുകൾ അടച്ചിടുക. ട്രേഡ് സെന്റർ റൗണ്ട് അബൌട്ടിനും 2ാമത്തെ പാലത്തിനുമിടയിലെ ഷെയ്ഖ് സായിദ് റോഡ്, ഷെയ്ഖ് സായിദ് റോഡിനും അൽ ബുർസ സ്ട്രീറ്റിനുമിടയിലെ അൽ സുക്കൂക്ക് സ്ട്രീറ്റ്, ഷെയ്ഖ് സായിദ് റോഡിനും അൽ ഖൈൽ റോഡിനുമിടയിലെ ലോവർ ഫിനാൻഷ്യൽ സെന്റർ റോഡ്, ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് ബൊളിവാർഡിൽ നിന്നുള്ള 1 വേ എന്നിവയാണ് അടച്ചിടുക. സെബീൽ പാലസ് സ്ട്രീറ്റ്, അൽ ഖൈൽ റോഡ്, അൽ മുസ്തഖ്ബൽ റോഡ്, ഫിനാൻഷ്യൽ സെന്റർ റോഡ് അപ്പർ,
അൽവസിൽ റോഡ് എന്നീ ബദൽ മാർഗങ്ങൾ യാത്രക്കാർക്ക് ഉപയോഗിക്കാമെന്നും RTA അധികൃതർ വ്യക്തമാക്കി. പരിപാടിയിൽ പങ്കെടുക്കാനെത്തുന്നവരുടെ സൗകര്യം പരിഗണിച്ച് ദുബായ് മെട്രോയുടെ സർവീസ് സമയം നീട്ടിയിട്ടുണ്ട്. മെട്രോയുടെ 2 ലൈനുകളും പുലർച്ചെ 3 മുതൽ ഞായറാഴ്ച അർദ്ധരാത്രി വരെ സർവീസ് നടത്തും. ഒരു മാസം നീണ്ടു നിൽക്കുന്ന ദുബായ് ഫിറ്റ്നസ് ചലഞ്ചിന്റെ കീഴിലെ പ്രധാന പരിപാടിയാണ് ദുബായ് റൺ. കഴിഞ്ഞ വർഷം 2.26 ലക്ഷം പേരാണ് ദുബായ് റണ്ണിൽ പങ്കെടുത്തത്. ഇത്തവണ പങ്കാളിത്തം അതിലും വർദ്ധിക്കുമെന്നാണ് അധികൃതരുടെ പ്രതീക്ഷ. മീഡിയ 1 ദുബായ്. ഒമാനിൽ കാലാവസ്ഥ പതിയെ തണുപ്പിലേക്ക് മാറുന്നു. രാത്രികാല ക്യാമ്പിങ്ങിനായി ഒഴിഞ്ഞ പ്രദേശങ്ങളിൽ ടെന്റുകളും കൂടാരങ്ങളും ഉയർന്നു കഴിഞ്ഞു. മലയാളികളടക്കമുള്ള പ്രവാസികൾ ഒത്തുചേരലിനായി തെരഞ്ഞെടുക്കാറുള്ളത് ഇത്തരം കൂടാരങ്ങളാണ്. നവംബർ അവസാനത്തോടെ രാജ്യം തണുപ്പിലേക്ക് പതിയെ നീങ്ങിത്തുടങ്ങും. ഡിസംബർ ജനുവരി മാസങ്ങളിൽ ഇതിന്റെ തോത് വർദ്ധിക്കും. ഇതോടെയാണ് സ്വദേശികളും വിദേശികളും കുടുംബത്തോടും സുഹൃത്തുക്കളോടുമൊപ്പം ഒഴിഞ്ഞ ഇടങ്ങളിലെയും മരുഭൂമിയിലും താൽക്കാലികമായി കെട്ടിയുണ്ടാക്കിയ കൂടാരങ്ങളിലേക്ക് എത്തുക. തണുപ്പ് കൂടുതലാവുന്നതോടെ തൊട്ടടുത്ത രാജ്യങ്ങളിൽ നിന്നുള്ള സന്ദർശകരും ഒമാനിലേക്ക് എത്തും. കുട്ടികൾക്കുള്ള കളിസ്ഥലം, വിറക് കൂട്ടി തീ കത്തിച്ച് തണുപ്പകറ്റാനും ഭക്ഷണം പാകം ചെയ്യാനുമുള്ള സൗകര്യം, കൂടിയിരിക്കാനുള്ള മജ്ലിസ് തുടങ്ങി എല്ലാവിധ സൗകര്യങ്ങളും ഉൾപ്പെടുത്തിയാണ് ടെന്റ് സജ്ജമാക്കുക. ഓരോ ടെന്റിന്റെയും അകത്തളം വ്യത്യസ്തമായിരിക്കും. അതനുസരിച്ച് വാടകയിലും മാറ്റം വരും. വാരാന്ത്യ അവധി ദിവസങ്ങളിലും ദേശീയ ദിന അവധി ദിവസങ്ങളിലും 60 മുതൽ 75 റിയാൽ വരെ വാടകയാണ് സാധാരണ ഒരു ടെന്റിന് ഈടാക്കാറുള്ളത്. രാത്രി 12 വരെയാണ് പ്രവേശനാനുമതി. മലയാളികളടക്കമുള്ള പ്രവാസികൾ കുടുംബസംഗമങ്ങൾക്കും സുഹൃത്തുക്കളുടെ ഒത്തുചേരലിനും ഇത്തരം ടെന്റുകളാണ് തിരഞ്ഞെടുക്കുക. തണുപ്പ് കൂടുതലാവുന്ന മാസങ്ങളിലാണ് ടെന്റുകളിലേക്ക് ആളുകൾ എത്തിത്തുടങ്ങുക. നിലവിൽ സൊഹാറിൽ നിന്ന് എങ്കലിലേക്ക് പോകുന്ന റോഡിന്റെ ഇരുഭാഗത്തും ബുറൈമി റോഡിലും സഹംസനായ ഭാഗങ്ങളിലും റോഡിന് ഇരുവശങ്ങളിലുമായി രാത്രി കാഴ്ചയിൽ മനോഹരമായി ദീപാലങ്കാരം നടത്തിയ നിരവധി കൂടാരങ്ങൾ ഉയർന്നു കഴിഞ്ഞിട്ടുണ്ട്. മീഡിയ 1 മസ്കത്ത്. ഒക്ടോബറിൽ ഒമാനിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിച്ചത് സൗത്ത് ഷർഖിയയിലെ ഖൽഹാത്തിലാണെന്ന് കാലാവസ്ഥാ വകുപ്പ്. ഏറ്റവും കൂടുതൽ ചൂട് രേഖപ്പെടുത്തിയത് സുഹാറിലും കുറവ് താപനില സൈക്കിലുമാണ്. ഒക്ടോബറിൽ ഒമാനിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിച്ച സ്ഥലങ്ങളുടെയും കൂടുതൽ ചൂട് രേഖപ്പെടുത്തിയ പ്രദേശങ്ങളുടെയും വിവരങ്ങളാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പുറത്തുവിട്ടത്. 2024 ഒക്ടോബറിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിച്ചത് സൗത്ത് ഷർഖിയയിലെ ഗൽഹാത്തിലായിരുന്നു. 199.4 മില്ലിമീറ്റർ മഴയാണ് ഇവിടെ രേഖപ്പെടുത്തിയത്. 145 മില്ലിമീറ്റർ മഴയുമായി സൂറാണ് 2ാം സ്ഥാനത്ത്. അല്ലഷറയിൽ 82.6 മില്ലിമീറ്റർ മഴ ലഭിച്ചപ്പോൾ റസൽ ഹദിൽ 81.8 മില്ലിമീറ്റർ മഴയാണ് ലഭിച്ചത്. അതേസമയം ഒക്ടോബറിൽ ഒമാനിൽ ഏറ്റവും കൂടുതൽ ചൂട് രേഖപ്പെടുത്തിയത് സുഹാറിലാണെന്നും കുറവ് സൈക്കിലാണെന്നും ഒമാൻ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറയുന്നുണ്ട്. 44.4 ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു സുഹാറിൽ രേഖപ്പെടുത്തിയ ശരാശരി താപനില. സൈക്കിൽ 13.7 ഡിഗ്രി സെൽഷ്യസും രേഖപ്പെടുത്തി. സഹത്ത് 43.6 ഡിഗ്രിയും ലിവയിൽ 42.5 ഡിഗ്രിയും സൂറിൽ 42.1 ഡിഗ്രി സെൽഷ്യസുമായിരുന്നു ശരാശരി താപനില. ഹിമ 18.1, മസ്യൂനയിലും ദൽക്കൂത്തിലും 18.5 ഡിഗ്രി സെൽഷ്യസുമായിരുന്നു കുറഞ്ഞ താപനില രേഖപ്പെടുത്തിയ മറ്റു സ്ഥലങ്ങൾ. മീഡിയ 1 മസ്കത്ത്. സൗദിയിലെ വിവിധയിടങ്ങളിൽ കനത്ത മഴയ്ക്ക് സാധ്യതയെന്ന് മുന്നറിയിപ്പ്. റിയാദ്, തബൂക്ക്, അസീർ, ജിസാൻ, മക്ക എന്നിവിടങ്ങളിലാണ് മഴയെത്തുക. ശനിയാഴ്ച മുതൽ ചൊവ്വാഴ്ച വരെയാണ് രാജ്യത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ കാലാവസ്ഥാ കേന്ദ്രം മഴ മുന്നറിയിപ്പ് നൽകുന്നത്. മഴയോടനുബന്ധിച്ച് രാജ്യം കൂടുതൽ തണുപ്പിലേക്ക് പ്രവേശിക്കും. സൗദിയുടെ വടക്ക് പടിഞ്ഞാറൻ അതിർത്തി പ്രദേശങ്ങളിലാണ് കൂടുതൽ തണുപ്പ് പ്രതീക്ഷിക്കുന്നത്. റിയാദ്, അൽ ഖസീം, ഹായിൽ, അൽജൗഫ്, കിഴക്കൻ പ്രവിശ്യ, അൽബഹ, അസീർ, ജീസാൻ, മക്ക, മദീന പ്രദേശങ്ങളിൽ വരും ദിനങ്ങളിൽ മഴയ്ക്ക് സാധ്യതയുള്ളതായി കാലാവസ്ഥാ കേന്ദ്രം മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ത്വായിഫ് അടങ്ങുന്ന മക്ക മേഖലയിൽ മഴക്കൊപ്പം കാറ്റിനും സാധ്യതയുണ്ട്. കഴിഞ്ഞ ഏതാനും മാസങ്ങളായി സൗദിയിൽ മഴ തുടരുകയാണ്. ഡിസംബർ ആദ്യത്തോടെ രാജ്യം ശൈത്യകാലത്തിലേക്ക് പൂർണ്ണമായും പ്രവേശിക്കും. ഇത്തവണ തണുപ്പ് മുൻവർഷങ്ങളെ അപേക്ഷിച്ച് കുറയുമെന്നാണ് കാലാവസ്ഥാ കേന്ദ്രങ്ങൾ അറിയിക്കുന്നത്. സാബിത് സലീം, മീഡിയ 1 ജിദ്ദ. കുവൈത്തിലെ സർക്കാർ സ്കൂളുകളിൽ സൗരോർജ്ജ പദ്ധതിക്ക് തുടക്കമായി. സുസ്ഥിര വികസനം കൈവരിക്കുന്നതിനും ഊർജ്ജ ഉപഭോഗം യുക്തിസഹമാക്കുന്നതിന്റെയും ഭാഗമായാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. സബ അൽ നാസറിലെ മുദി ബുർജാസ് അൽ സൂർ ഇന്റർമീഡിയറ്റ് സ്കൂളിലാണ് സോളാർ പദ്ധതി നടപ്പിലാക്കിയത്. 474 ഫോട്ടോവോൾട്ടേക് പാനലുകൾ ഉപയോഗിച്ചാണ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത്. ഓരോ പാനലിൽ നിന്നും 660 വാട്ട് പവർ വൈദ്യുതി ലഭിക്കും. ഓട്ടോമാറ്റിക് വാഷിംഗ് സംവിധാനം പദ്ധതിയുടെ പ്രത്യേകതയാണ്. പ്രവാസികൾക്കിടയിൽ ആരോഗ്യ ബോധവൽക്കരണവുമായി ഖത്തറിലെ ഇന്ത്യൻ എംബസി അനുബന്ധ സംഘടനയായ ICCയുടെ യുവജന വിഭാഗം മൈൽസ് ഫോർ സ്മൈൽസ് എന്ന പ്രമേയത്തിൽ വാക്കത്തോൺ സംഘടിപ്പിച്ചു. 250-ലേറെ പേർ പങ്കെടുത്തു. ICC പ്രസിഡന്റ് AP മണികണ്ഠൻ, വൈസ് പ്രസിഡന്റ് സുബ്രഹ്മണ്യ ഹെബ്ബഗേലു, സെക്രട്ടറി അബ്രഹാം K. ജോസഫ് തുടങ്ങിയവർ ചേർന്ന് ഉദ്ഘാടനം ചെയ്തു.
റനീൻ സാംസ്കാരികോത്സവത്തിന് മസ്കത്തിലെ മത്രയിൽ തുടക്കമായി 10 ദിവസം നീണ്ടു നിൽക്കുന്ന പരിപാടിയിൽ രാജ്യത്തിനകത്തും പുറത്തുനിന്നുമുള്ള 25-ലധികം കലാകാരന്മാർ അണിനിരക്കും. റനീന്റെ 1ാം പതിപ്പിനാണ് ഒമാനിലെ പ്രാചീന തുറമുഖമായ മത്ര വേദിയാകുന്നത്. പരിപാടിയുടെ ഭാഗമായുള്ള എക്സിബിഷന് ഹിസ് ഹൈനസ് സയ്യിദ് ബിലാറ ബിൻ ഹൈത്തം അൽ സയ്യിദ് തുടക്കം കുറിച്ചു. ലൈറ്റ് പ്രൊഡക്ഷൻ ആർട്ടിസ്റ്റുകൾ, സൗണ്ട് കമ്പോസർമാർ, ഫോട്ടോഗ്രാഫർമാർ എന്നിങ്ങനെ 10 അന്താരാഷ്ട്ര കലാകാരന്മാരുടെ സൃഷ്ടികൾ, വലിയ ചന്ദ്രശില്പം എന്നിവ എക്സിബിഷനിലുണ്ട്. ഒമാനിലെ പ്രാചീന വീടുകളിലെ ചിത്രങ്ങളുടെ വലിയ ശേഖരം പ്രദർശിപ്പിച്ചിട്ടുണ്ട്. മത്ര പോലീസ് സ്റ്റേഷന് സമീപത്ത് നിന്നാണ് പ്രദർശനം ആരംഭിക്കുന്നത്. നവംബർ 30 വരെ തുടരുന്ന എക്സിബിഷനിൽ പൊതുജനങ്ങൾക്ക് പ്രവേശനം സൗജന്യമാണ്. അതേസമയം ഒമാന്റെ പൗരാണിക സംസ്കാരവും ആധുനിക കലാസങ്കേതങ്ങളും കൂർത്തിണക്കുന്ന റനീനിൽ ഒമാനിൽ നിന്നുള്ള 13 കലാകാരന്മാരും 8 ഗായകരും തങ്ങളുടെ കലാപ്രകടനങ്ങൾ അവതരിപ്പിക്കും. ഒമാന്റെ കലാപാരമ്പര്യവും മത്രയുടെ ചരിത്ര പ്രാധാന്യവും പുതിയ തലമുറയ്ക്കും സന്ദർശകർക്കും പരിചയപ്പെടുത്തുകയാണ് സാംസ്കാരിക കായിക യുവജന മന്ത്രാലയം റനീൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അവധി കൂടി ആയതോടെ സ്വദേശികളും വിദേശികളും കൂട്ടമായി മത്രയിലെത്തുന്നുണ്ട്. മീഡിയ 1 മസ്കത്ത്. ഒമാനിലെ 54ാമത് ദേശീയ ദിനാഘോഷത്തോടനുബന്ധിച്ച് നടക്കുന്ന സുഹാർ ഫെസ്റ്റിവലിന് തുടക്കമായി. സുഹാർ ഫെസ്റ്റിവലിന്റെ 3ാം പതിപ്പിനാണ് സുഹാർ എന്റർടൈൻമെന്റ് സെന്ററിൽ ആതിഥേയത്വം വഹിക്കുന്നത്. നോർത്ത് ബാത്തിന ഗവർണറേറ്റിലെ സമ്പന്നവും വ്യത്യസ്തവുമായ അനുഭവം സന്ദർശകർക്ക് നൽകുന്നതാണ് ഫെസ്റ്റിവൽ. നോർത്ത് ബാത്തിന ഗവർണർ മുഹമ്മദ് ബിൻ സുലൈമാൻ അൽ കിന്ദിയാണ് ഫെസ്റ്റിവൽ ഉദ്ഘാടനം ചെയ്തത്. 2025 ജനുവരി 3 വരെ ആഘോഷങ്ങൾ തുടരും. ഫുജൈറയിലെ മർബ തുറമുഖത്ത് മത്സ്യബന്ധന ബോട്ടിന് തീപിടിച്ച് ഒരാൾ മരിച്ചു, ഒരാൾക്ക് പരിക്കേറ്റു. വ്യാഴാഴ്ച രാത്രി 10 മണിയോടെയാണ് അപകടമുണ്ടായത്. സംഭവത്തിൽ അന്വേഷണം നടക്കുന്നതായി ഫുജൈറ പോലീസ് അറിയിച്ചു. സിജെ സൗദി ജുബൈൽ ഘടകം കരിയർ ശില്പശാല സംഘടിപ്പിച്ചു. പുതുതായി ജോലി തേടുന്നവരും നിലവിലെ ജോലിയിൽ മാറ്റം ആഗ്രഹിക്കുന്നവരുമായ നിരവധി ഉദ്യോഗാർത്ഥികൾ പരിപാടിയിൽ പങ്കെടുത്തു. 3 സെഷനുകളിലായാണ് പരിപാടി സംഘടിപ്പിച്ചത്. സെന്റർ ഫോർ ഇൻഫർമേഷൻ ആൻഡ് ഗൈഡൻസ് ഇന്ത്യ ജുബൈൽ ചാപ്റ്റർ സംഘടിപ്പിച്ച കരിയർ ശില്പശാലയിൽ നിരവധി ഉദ്യോഗാർത്ഥികൾ പങ്കെടുത്തു. പ്രൊഫഷണൽ കരിയർ അഡ്വാൻസ്മെന്റ് പ്രോഗ്രാം എന്ന തലക്കെട്ടിൽ 3 സെഷനുകളിലായാണ് ശില്പശാല നടത്തിയത്. സോഫ്റ്റ് സ്കിൽ ട്രെയിനറും ലൈഫ് കോച്ചുമായ DTM സഫീർ മുഹമ്മദ്, സീനിയർ പ്രൊജക്ട് മാനേജർ സുബൈർ നടുത്തൊടിമണ്ണിൽ, IT വിദഗ്ധൻ ഷിഹാബ് മാങ്ങാടൻ എന്നിവർ വിവിധ സെഷനുകളിൽ ക്ലാസുകൾ നയിച്ചു. സീനിയർ സയന്റിസ്റ്റ് ഡോക്ടർ ജൌഷീദ്, ചാപ്റ്റർ അംഗം PK നൌഷാദ് എന്നിവർ ചേർന്ന് മോക്ക് ഇന്റർവ്യൂ മോഡലുകളും പരിപാടിയിൽ അവതരിപ്പിച്ചു. ഷംസുദ്ദീൻ പള്ളിയാളി, അബ്ദുൾ റൌഫ്, നിസാം യാക്കൂബ് അലി, സമീർ അലുവ, അജ്മൽ സാബു, റഷീദ് കൈപ്പാക്കിൽ എന്നിവർ നേതൃത്വം നൽകി. മീഡിയ 1 ദമ്മാം. സ്റ്റുഡൻസ് ഇന്ത്യ സൗദി ജുബൈൽ ഘടകം വിദ്യാർത്ഥികൾക്കായി സിനിമാ പ്രദർശനം സംഘടിപ്പിച്ചു. സ്റ്റുഡൻസ് ഇന്ത്യ രക്ഷാധികാരി ഡോക്ടർ ജൌഷീദ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. 2017 പുറത്തിറങ്ങിയ ഇംഗ്ലീഷ് ചലച്ചിത്രമായ വണ്ടർ പ്രദർശിപ്പിച്ചു. ജനിതക തകരാറുകൾ കാരണം വിരൂപനായ ഔഗി പുൽമാർ എന്ന കുട്ടി ആദ്യമായി സ്കൂളിൽ പോകുന്നതും അവിടെ നേരിടുന്ന പ്രശ്നങ്ങളുമാണ് സിനിമയുടെ ഇതിവൃത്തം. സഹാനുഭൂതി, ദയ, സഹിഷ്ണുത തുടങ്ങിയ മാനുഷിക മൂല്യങ്ങളെ അനുഭവഭേദ്യമാക്കുന്ന സിനിമയെന്ന് കാണികൾ അഭിപ്രായപ്പെട്ടു. റയാൻ മൂസ, സഫേർ മുഹമ്മദ്, രഹന സഫേർ, ഷിബിന മക്കാർ, ഫാത്തിമ സഫേർ, ഷറഫ റംസി എന്നിവർ നേതൃത്വം നൽകി. ബെസ്റ്റ് എക്സ്പ്രസ് കാർഗോ ദുബൈയിൽ 2 പുതിയ ബ്രാഞ്ചുകൾ തുറന്നു. ജബൽ അലി 2-ലെ ഷോപ്പേഴ്സ് മാൾ, ബിൽറ്റ് വെൽ, അൽ മദീന ഹൈപ്പർ മാർക്കറ്റിലുമാണ് പുതിയ ശാഖകൾ തുറന്നത്. ഇതോടെ ബെസ്റ്റ് എക്സ്പ്രസ് കാർഗോ ശാഖകളുടെ എണ്ണം 23 CEO നൌജാസിന്റെ മാതാവ് ആച്ചിമു ബ്രാഞ്ചുകളുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ഷാരൂഫ് മോക്കൻ, അസ്ലം, റെനോസ ബീഗം, കോമൽ മുസമ്മൽ തുടങ്ങിയവർ പങ്കെടുത്തു. നവംബർ 26 മുതൽ ഡിസംബർ 4 വരെ മസ്കത്തിൽ നടക്കുന്ന പുരുഷ ജൂനിയർ ഹോക്കി ഏഷ്യ കപ്പിൽ പങ്കെടുക്കാനായി ഇന്ത്യൻ ടീം മസ്കത്തിലെത്തി. 4 തവണ കിരീടം നേടിയ ഇന്ത്യ ബദ്ധവൈരികളായ പാകിസ്ഥാനെ തോൽപ്പിച്ചാണ് കഴിഞ്ഞ തവണ കിരീടം ചൂടിയത്. ഇത്തവണ 10 ടീമുകൾ പങ്കെടുക്കുന്ന ടൂർണമെന്റിൽ കൊറിയ, ജപ്പാൻ, ചൈനീസ് തായ്പേയ്, തായ്ലൻഡ് എന്നിവയ്ക്കൊപ്പം എ ഗ്രൂപ്പിലാണ് ഇന്ത്യ. നവംബർ 27 തായ്ലൻഡിനെതിരെയാണ് ഇന്ത്യയുടെ ആദ്യ മത്സരം. ഖത്തർ ഇൻകാസ് കോഴിക്കോട് ജില്ലാ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന മുഹബത്ത് കി ഉത്സവ് പരിപാടിയുടെ പോസ്റ്റർ മാത്യു കുഴൽനാടൻ MLA പ്രകാശനം ചെയ്തു. KPCC വർക്കിംഗ് പ്രസിഡന്റ് T സിദ്ദിഖ് MLA, കോഴിക്കോട് DCC പ്രസിഡന്റ് K പ്രവീൺകുമാർ തുടങ്ങിയവർ പങ്കെടുക്കും. ഡിസംബർ 20 ICC അശോക ഹാളിലാണ് പരിപാടി നടക്കുന്നത്. ഇൻകാസ് ജില്ലാ കമ്മിറ്റി പ്രസിഡന്റ് വിപിൻ മേപ്പയ്യൂർ, ജനറൽ സെക്രട്ടറി മുഹമ്മദ് അലി വാണിമേൽ, മുഖ്യ രക്ഷാധികാരി അഷ്റഫ് വടകര തുടങ്ങിയവർ പോസ്റ്റർ പ്രകാശന ചടങ്ങിൽ പങ്കെടുത്തു. സംസ്കൃതി ഖത്തർ GCC ഓപ്പൺ ക്യാരംസ് ടൂർണമെന്റ് സംഘടിപ്പിച്ചു. സിംഗിൾസിൽ അബ്ദുൽ സലാമും ഡബിൾസിൽ അബ്ദുൽ സലാം ഇബ്രാഹിം സഖ്യവും ചാമ്പ്യന്മാരായി. സിംഗിൾസിൽ 40 മത്സരാർത്ഥികളും ഡബിൾസിൽ 24 ടീമുകളുമാണ് മത്സരിച്ചത്. സമാപന പരിപാടി PTA റഹീം MLA ഉദ്ഘാടനം ചെയ്തു. സംസ്കൃതി ജനറൽ സെക്രട്ടറി ഷംസീർ അരിക്കുളം, കേരള പ്രവാസി ക്ഷേമ ബോർഡ് ഡയറക്ടർ EM സുധീർ, സംസ്കൃതി മുൻ പ്രസിഡന്റ് അഹമ്മദ് കുട്ടി അരളയിൽ തുടങ്ങിയവർ സമ്മാനങ്ങൾ വിതരണം ചെയ്തു.
ഒമാന്റെ 54-ാം ദേശീയ ദിനം സലാല ലുലു ഹൈപ്പർ മാർക്കറ്റിൽ ആഘോഷിച്ചു. കൂറ്റൻ കേക്ക് മുറിച്ചാണ് ആഘോഷ പരിപാടികൾക്ക് തുടക്കം കുറിച്ചത്. ആഘോഷത്തിന്റെ ഭാഗമായുള്ള ഓഫറുകൾ നവംബർ 30 വരെയാണ് ഉണ്ടാവുക. പരിപാടിയിൽ സലാല അസിസ്റ്റന്റ് വാലി സാലിം മുഹമ്മദ് സയ്യിദ് അൽ അമരി മുഖ്യാതിഥിയായിരുന്നു. കൂറ്റൻ കേക്ക് മുറിച്ചാണ് ആഘോഷം ഉദ്ഘാടനം ചെയ്തത്. ചടങ്ങിൽ ISC പ്രസിഡന്റ് രാകേഷ് കുമാർ ജ, സലാല ലുലു ജനറൽ മാനേജർ മുഹമ്മദ് നവാബ്, അഹമ്മദ് ബസ്രാവി, മറ്റു മാനേജ്മെന്റ് പ്രതിനിധികളും സംബന്ധിച്ചു. ഇതോടനുബന്ധിച്ച് നവംബർ 30 വരെ വിവിധ ഉൽപ്പന്നങ്ങൾക്ക് നിരക്കിളവുണ്ട്. കൂടാതെ 5 ഡേ ഡീലിന്റെ ഭാഗമായി നവംബർ 24 വരെ പ്രത്യേക ഓഫറുകളും സൂപ്പർ ഫ്രൈഡേയുടെ ഭാഗമായി ഡിസംബർ 3 വരെ സൂപ്പർ ഡീൽസുമുണ്ട്. കസ്റ്റമർ ഹാപ്പിനെസിന്റെ ഭാഗമായി ലോയാലിറ്റി മെമ്പർ ബെനിഫിറ്റും ഒരുക്കിയിട്ടുണ്ട്. സാധനങ്ങൾ പർച്ചേസ് ചെയ്യുന്നവർക്ക് ബില്ലിന്റെ അടിസ്ഥാനത്തിൽ പോയിന്റ് ലഭ്യമാവുകയും പിന്നീട് അത് ഡിസ്കൗണ്ടായി ലഭിക്കുകയും ചെയ്യും. ഇതിൽ രജിസ്റ്റർ ചെയ്യുന്നതിനായി പ്രത്യേക കൗണ്ടറുകളും ആരംഭിച്ചിട്ടുണ്ട്. ആഘോഷ ചടങ്ങിൽ വലിയ ജനാവലിയാണ് എത്തിയത്. എല്ലാവർക്കും കേക്ക് വിതരണം ചെയ്യുകയും ചെയ്തു. മീഡിയ 1 സലാല. സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി അംഗങ്ങളെ തെരഞ്ഞെടുത്തു. PV അബ്ദുൽ വഹാബ് MP, MLA-മാരായ PTA റഹീം, മുഹമ്മദ് മോസിൻ, സമസ്ത മുഷാവറ അംഗം ഉമർ ഫെസ്സി മുക്കം എന്നിവർ വീണ്ടും കമ്മിറ്റിയിൽ ഇടം നേടി. ഡോക്ടർ ഹുസൈൻ സഖാഫി ചുള്ളിക്കോട്, കള്ളിയത്ത് ഗ്രൂപ്പ് MD നൂർ മുഹമ്മദ്, നൂർഷാ ഉൾപ്പെടെ 16 അംഗങ്ങളെയാണ് തെരഞ്ഞെടുത്തത്. അലൈൻ മലയാളി ബസ് ഡ്രൈവേഴ്സ് കമ്മ്യൂണിറ്റി സംഘടിപ്പിച്ച ഫുട്ബോൾ ടൂർണമെന്റിൽ സ്റ്റാർ അലൈൻ ജേതാക്കളായി. G7 അലൈനാണ് റണ്ണേഴ്സപ്പ്. അലൈൻ പോലീസ് മേധാവി മുഖദ്ദം ഖലീഫ അൽ മുഹാരി ടൂർണമെന്റ് ഉദ്ഘാടനം ചെയ്തു. റസൽ മുഹമ്മദ് സാലി, സന്തോഷ്, ഡോക്ടർ ഷാഹുൽ ഹമീദ്, മുബാറക് മുസ്തഫ തുടങ്ങിയവർ മുഖ്യാതിഥികളായിരുന്നു. മയക്കുമരുന്ന് കടത്ത് ശൃംഖലകളെ പിടികൂടുന്നതിലേക്ക് നയിച്ച മികച്ച പ്രവർത്തന വിവര കൈമാറ്റ സഹകരണത്തിന് അറബ് മേഖലയിൽ ബഹ്റൈൻ ആഭ്യന്തര മന്ത്രാലയത്തിന് 1ാം സ്ഥാനം. അറബ് ആഭ്യന്തര മന്ത്രിമാരുടെ കൌൺസിലിന്റെ ജനറൽ സെക്രട്ടേറിയറ്റ് സംഘടിപ്പിച്ച വാർഷിക അവാർഡുകളുടെ ഭാഗമായാണ് അംഗീകാരം. സൗദിയിൽ മീഡിയ 1 ഒരുക്കുന്ന ഹലാ ജിദ്ദയെ സ്വീകരിച്ച പ്രവാസി സംഘടനകളും കൂട്ടായ്മകളും. ഇംപാക്സ് മുഖ്യ പ്രായോജകരായ ഹലാ ജിദ്ദയെ പരിചയപ്പെടുത്താൻ പ്രവാസി സമൂഹത്തിനായി മീഡിയ 1 ഒരുക്കിയ സ്വീകരണ പരിപാടിയിൽ നിരവധി പേർ പങ്കെടുത്തു. ഡിസംബർ 6, 7 തീയതികളിലാണ് ഹലാ ജിദ്ദ കാർണിവൽ. 2 ദിവസത്തിനകം 20-ലേറെ പരിപാടികളും എക്സ്പോയും വിനോദ വിജ്ഞാന പരിപാടികളും സംഗീത നിശയും നിറയുന്നതാകും ഹലാ ജിദ്ദ. ഹലാ ജിദ്ദയുടെ മുഴുവൻ വിവരങ്ങളും ജിദ്ദയിലെ വിവിധ സംഘടനകൾക്കും കൂട്ടായ്മകൾക്കും പരിചയപ്പെടുത്താനും ഇവരെ ക്ഷണിക്കാനുമായാണ് മീഡിയ 1 പ്രത്യേക സംഗമം സംഘടിപ്പിച്ചത്. ജിദ്ദ നാഷണൽ ഹോസ്പിറ്റൽ ചെയർമാൻ VP മുഹമ്മദ് അലി സംഗമം ഉദ്ഘാടനം ചെയ്തു. മീഡിയ 1 കുറെ ആത്മാർത്ഥമായ കുറെ സപ്പോർട്ടേഴ്സ് ഉണ്ട്. അത് 1, 2 അല്ല, അത് എല്ലാ ജാതി മതമന്യേ, ഞാൻ ഇന്ന ആളെന്നല്ല, ജാതി മതമന്യേ കുറേ നല്ല നല്ല മനസ്സുകളുണ്ട് മീഡിയ 1ന്റെ ബാക്കിൽ. അതാണ് ഈ മീഡിയ 1ന്റെ ഏറ്റവും വലിയ വിജയം. എന്നും ഏത് പരിപാടിക്കും മീഡിയ 1 തുടങ്ങുന്ന എല്ലാ പരിപാടിക്കും JNH ഉണ്ടാവും. ഒന്ന് നിങ്ങളെ സഹായവും സഹകരണവും ഉണ്ടാവും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. ഹലാ ജിദ്ദയുടെ പ്രചാരണത്തിന്റെ ഭാഗമായി ഒരുക്കിയ സംഗമത്തിൽ മീഡിയ 1 ജനറൽ മാനേജർ PB ഫർമീസ് ഹലാ ജിദ്ദയെ പരിചയപ്പെടുത്തി. മീഡിയ 1 കോർഡിനേഷൻ കമ്മിറ്റി രക്ഷാധികാരി ഫദൽ P മുഹമ്മദ് അധ്യക്ഷനായിരുന്നു. വിവിധ സംഘടനകൾ ഹലാ ജിദ്ദക്ക് ആശംസകൾ നേർന്നു. അത് മീഡിയ 1 കഴിഞ്ഞ കാലങ്ങളിൽ നടത്തിയ എല്ലാ പരിപാടികളും അതിന്റെ മാനേജ്മെന്റ് വൈദഗ്ധ്യം വളരെ കൃത്യമായിട്ട് തെളിയിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ജിദ്ദയിലെ മലയാളി സമൂഹത്തിനും അതേപോലെ സൗത്ത് ഇന്ത്യൻ സമൂഹത്തിനൊക്കെ വളരെ പ്രതീക്ഷയാണ്. മീഡിയ 1 പരിപാടി എന്ന് പറഞ്ഞാൽ അത് തീർച്ചയായിട്ടും അത് അതിൻ്റെ ഏറ്റവും സക്സസിൻ്റെ ഏറ്റവും ഹയസ്റ്റ് ലെവലായിരിക്കും. അതുകൊണ്ട് തന്നെ ജിദ്ദയിലെ എല്ലാ കമ്മ്യൂണിറ്റിയും അതിനെ ഇപ്പോൾ തന്നെ ഏകദേശം നെഞ്ചിലേറ്റി കഴിഞ്ഞിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഇത് വൻ വിജയമാവും. എല്ലാ ആശംസകളും. പ്രവാസോത്സവം കഴിഞ്ഞ് 5 വർഷത്തിന് ശേഷം സൗദിയിൽ മീഡിയ 1 ഒരുക്കുന്ന മെഗാ കാർണിവലാണ് ഹലാ ജിദ്ദ. പൂരങ്ങളുടെ പൂരം എന്നൊക്കെ നമ്മൾ സാധാരണ നാട്ടിൽ കേട്ടിട്ടുള്ളതാണ്. അതിൽ നിന്ന് വിഭിന്നമായിക്കൊണ്ട് ഈ ജിദ്ദയിൽ മീഡിയ 1 അണിയിച്ചെടുക്കുന്ന ഹലാ ജിദ്ദ ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും. മുഴുവൻ മലയാളികളും ഈ പരിപാടിയുടെ ഭാഗമായി മാറുവാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു. ജിദ്ദയിലെ ദി ട്രാക്കിൽ ഡിസംബർ 6, 7 തീയതികളിലാണ് ഹലാ ജിദ്ദ എത്തുക. ജിദ്ദയിലും പരിസര പ്രദേശങ്ങളിലും ഇതിന്റെ പ്രചാരണം തുടരുകയാണ്. ഇത് നമുക്ക് ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിന്റെ ഒരു ഡിസൈനിങ് ആണ്. ഒരു വെൽ സ്റ്റഡീഡ്, വെൽ ഡിസൈൻഡ് പ്രോഗ്രാം ആയിട്ടാണ് തോന്നി. കാരണം ഇങ്ങനെ ഒരു യുണീക്ക് കൺസെപ്റ്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം ഇങ്ങനെ ഒരു പരിപാടി ഏതെങ്കിലും ഒരു മേഖല കേന്ദ്രീകരിച്ച പരിപാടി, ഇത് വൈവിധ്യമാർന്ന സാംസ്കാരിക പരിപാടികളുടെ ശരിക്കും ആ പേര് അന്വർത്ഥമാക്കുന്ന തരത്തിലുള്ള ഒരു കാർണിവലാകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. 100ഓളം കലാകാരന്മാരാണ് ഹലാ ജിദ്ദയിലേക്ക് എത്തുക. ഹലാ ജിദ്ദയുടെ പ്രോഗ്രാമുകളെ കുറിച്ചുള്ള ഒരു പ്രസൻറ്റേഷൻ ഞാനിപ്പോൾ ഇവിടെ കണ്ടു. വളരെ വൈവിധ്യപൂർണമായ പരിപാടികളാണ് വരാൻ പോകുന്നത്. നമ്മുടെ നാട്ടിലൊക്കെ
നമ്മുടെ പൂരക്കാഴ്ചകളിലൊക്കെ ഉണ്ടാകുന്നത് പോലുള്ള വ്യത്യസ്ത പരിപാടികളും ആൾക്കൂട്ടത്തെ ആകർഷിക്കുന്ന പരിപാടികളൊക്കെ ആയിട്ടാണ്. അപ്പോൾ മീഡിയ വണ്ണിൻ്റെ ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നേരുകയാണ്. ഹലാ ജിദ്ദയുടെ 2 ദിവസത്തേക്കുള്ള ടിക്കറ്റുകൾ 25 റിയാൽ മുതൽ ലഭ്യമാണ്. ഈ ടിക്കറ്റ് ഉപയോഗിച്ച് 20ഓളം വരുന്ന പരിപാടികളിലും 2 ദിവസത്തെ സംഗീത നിശകളിലും പങ്കെടുക്കാം. മീഡിയ വൺ, ജിദ്ദ. ജോലിക്കിടെ കെട്ടിടത്തിൽ നിന്ന് വീണ് ഗുരുതരമായി പരിക്കേറ്റ കന്യാകുമാരി സ്വദേശി വിനോദ് നാടാരെ തുടർ ചികിത്സയ്ക്കായി നാട്ടിലേക്ക് കൊണ്ടുപോയി. 1 മാസത്തിലേറെയായി ആശുപത്രിയിൽ കഴിയുന്ന വിനോദിന്റെ താമസരേഖയും മെഡിക്കൽ ഇൻഷുറൻസും കാലാവധി തീർന്നിരുന്നു. സാമൂഹ്യ പ്രവർത്തകരും ഇന്ത്യൻ എംബസിയും ചേർന്നാണ് യാത്രാരേഖകൾ ശരിയാക്കി നൽകിയത്. പരസഹായമില്ലാതെ യാത്ര ചെയ്യാൻ കഴിയാത്ത വിനോദിനെ അനുഗമിച്ച് സാമൂഹ്യ പ്രവർത്തക മഞ്ജുവും കൂടെ യാത്ര ചെയ്തു. വിമാന ടിക്കറ്റും മറ്റ് സഹായങ്ങളും സുമനസ്സുകളായ പ്രവാസി ബിസിനസ്സുകാർ എടുത്തു നൽകി. ഉംറ നിർവഹിക്കാനെത്തിയ മലയാളി മദീനയിൽ മരിച്ചു. എറണാകുളം കരപ്പം വീട്ടിൽ ബഷീറാണ് മരിച്ചത്. ഉംറ നിർവഹിച്ച ശേഷം മദീന സന്ദർശനത്തിനിടെ ശ്വാസതടസ്സം നേരിട്ട ഇയാളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു. KMCC വെൽഫെയർ വിംഗിന്റെ നേതൃത്വത്തിൽ മദീനയിൽ ഖബറടക്കം പൂർത്തിയാക്കി. സൗദി റിയാദിൽ വാഹനാപകടത്തിൽ ഡ്രൈവർക്ക് പരിക്ക്. പാലത്തിൽ നിന്ന് കാർ താഴേക്ക് പതിക്കുകയായിരുന്നു. റിയാദിലെ ഈസ്റ്റേൺ റിംഗ് റോഡിലുള്ള പാലത്തിലാണ് അപകടമുണ്ടായത്. പാലത്തിനടിയിലൂടെയുള്ള റോഡിന് വശത്തേക്കായാണ് വാഹനം പതിച്ചത്. തകർന്ന കാറിൽ നിന്ന് യാത്രക്കാർ രക്ഷപ്പെടുന്ന ദൃശ്യങ്ങൾ പുറത്തുവന്നു. പരിക്കേറ്റവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു.